Q Developers ഉപ്പും മുളകും. രമേ ലക്ഷ്മികണ്ട, അവനിങ്ങ് വരട്ടെ, നമുക്ക് സംസാരിക്കാം. നീ എന്തിനു വിഷമിക്കുന്നത്? ബാലു ഇങ്ങോട്ട് വാ, ഒരു കാര്യം ചോദിക്കട്ടെ. എന്ത് എടേ, നമ്മൾ ഇവിടെ സംസാരിച്ച കാര്യം അവ എങ്ങനെ അറിഞ്ഞു? ഇവിടെ ബന്ധം വേർപെടുത്താൻ പോകണമെന്ന് പണ്ടയിലാണോ പയ്യനെന്നും ഒക്കെ? അത് നിങ്ങൾ ബോധമില്ലാതെ വെണ്ണലുള്ള ഏതെങ്കിലും ആൾക്കാരുടെ വിളിച്ച് പറഞ്ഞു കാണും ജബയ്ക്ക് കല്യാണം ആലോചിക്കണമെന്ന്. നിങ്ങളായിരിക്കും പറഞ്ഞത്. ഞാനും പറഞ്ഞിട്ടൊന്നുമില്ല. ഇതിപ്പോ ആവശ്യമില്ലാതെ വെറുതെ ഒരു പ്രശ്നമായില്ലേ? ഇനി ഇതിന്റെ പേരിൽ അയാൾ രമാൻഡിന് വല്ലതും ചെയ്യാൻ വന്നിട്ടല്ലോ, എന്റെ സ്വഭാവം മാറും. പകലെ മാമനാണ് ഞാൻ നോക്കില്ല, അല്ലെങ്കിൽ എനിക്ക് പണ്ടേ അയാളെ കലിപ്പ കാണുമ്പോ. ഒന്നുമില്ലേലും രമാനിയുടെ ഹസ്ബൻഡ് അല്ലേ ജയന്തൻ, അത് ഓർക്കണ്ടേ നീ? ഹസ്ബൻഡാ? എന്റെ അപ്പൂപ്പ പറഞ്ഞ ശരി, ഡിവോഴ്സ് മേടിപ്പിച്ചിട്ട് രമാൻഡ് വേറെ കല്യാണം കഴിപ്പിച്ചു വിടാൻ നോക്കി. അങ്ങനെ പറഞ്ഞോട് പോളെ. എന്റെ അച്ഛൻ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? ഒരു കല്യാണം കഴിച്ചാലേ മതിയായിരിക്കുക, പിന്നെയാണ് പുതിയൊരു ആലോചന. ശങ്കരന് വല്ല കാര്യം ഉണ്ടായിരുന്ന? ഇതിപ്പോ ആൾക്കാർ കേട്ടാ ചിരിക്കൂലേ? ഈ എന്തോ ചിരിക്കായി? ഇവനെ കല്യാണം കഴിച്ചപ്പോ നമുക്ക് പുറ്റോട് നമ്മുടെ കുടുംബത്തിന് മൊത്തം ഇവനാണ് ചെറുക്കായത്. അതെ, നിങ്ങൾ കിടന്ന് ബഹളം ഉണ്ടാക്കണ്ട. അണ്ണൻ പറയല കാര്യമുണ്ട്. അണ്ണന്റെ സ്ഥാനത്ത് ഞാനായിരുന്നാലും ഇതേ പറയുള്ളൂ. നമ്മളെ കുടുംബത്തിലെ വന്നു കയറിയല്ലോ, ഇതുപോലെ ഒരുത്തരം ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവം പറഞ്ഞു അച്ഛനെ പറ്റിയാ. വലിയ സംസാരിക്കണ. ഇതിപ്പോ എന്താ നടക്കാമോന്ന് അറിയാമോ? ജയന്തൻ ഒരു പുതിയ കാരണം കൂടി കിട്ടി വഴക്കുണ്ടാക്കാൻ, അല്ലാണ്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. ഇവിടെ ഒന്നും സംഭവിക്കില്ല. എന്തിനു സംഭവിക്കണം നമുക്കറിയാം. ഇവന് വെട്ടി കെട്ടിക്കും, ഇവിടുന്ന് കെട്ടി കെട്ടിക്കും, പാർത്ത് ജീവിക്കവനെ. അത് ഞാനും പാലും തീരുമാനിച്ച് വെച്ചിട്ടുണ്ടടി. രമേന്റി ടെൻഷൻ അടിക്കണ്ട, ജയന്ദ്രങ്ങളൊന്നും സീരിയസ് ആയിട്ട് എടുക്കില്ലെന്നേ. പിന്നെ ഇന്നലെ ഫോൺ വിളിച്ച് കുറെ ഷോണിച്ചെന്നല്ലേ ഉള്ളൂ, ആളിപ്പോ കൊല്ലത്തോ കാസർഗോഡോ ആണ്. എന്നാര് പറഞ്ഞു? ജയന്തിരങ്ങൾ ഇവിടെ എവിടെയെങ്കിലും കാണും. ഇനി കുറച്ചു മുമ്പ് വെടിയേറ്റ് പന്നിനെ പോലെയും കയറി വരും. എല്ലാം അറിയാന്നല്ല ഒരുത്തി. അച്ഛാ, രണ്ടും കളിപ്പിച്ചുള്ള ഇരിപ്പാന്ന് തോന്നണം. അങ്ങോട്ട് പോണ്ടാട്ടാ. ഞാൻ പോയി നോക്കട്ടെ. എന്ത് ഒന്നുമില്ല. പിന്നെന്ത് ഇവിടെ ഇരിക്കണേ? ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞല്ലേ കൊന്നുകളയും തിന്നുകളയെന്നൊക്കെ. ഞാൻ വിചാരിച്ച് വന്നോണ്ടനെ ഈ വീടങ്ങ് ഇടിച്ച് മറിച്ചളയെന്ന് വിചാരിച്ചു. ഈ വീടൊക്കെ ഇടിച്ചു വിളിക്കാനേ ജയന്തന് നിസ്സാരമായിട്ട് കഴിയും. പിന്നെ നിങ്ങൾ കിടക്കണ ഈ വാടക വീടല്ലേ, ഇത് ഞാൻ എന്തെങ്കിലും ചെയ്ത് ഇടിച്ചു വിളിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഹൗസ് ഓണർക്ക് പോകും. അതുകൊണ്ടാ, അല്ലെങ്കിൽ ജയന്തന് അറിയാൻ പണി നടത്താൻ. ഇവെല്ലാം കഴിച്ചാ ഭയങ്കര ക്ഷീണം നിന്റെ മുഖത്ത്. എനിക്ക് ക്ഷീണമൊന്നുമില്ല. ക്ഷീണമൊന്നുമില്ലേ? നിന്നെ കണ്ടറിയാടാ 4-5 ദിവസമായിട്ട് നീ വെള്ളം കുടിച്ചിട്ടെന്ന്. ഇവിടെ വരണമെങ്കിൽ വാ, നല്ല പഴങ്കഞ്ഞി, തൈര്, നല്ല ചമ്മന്തിയൊക്കെ ഉണ്ട്. വാ, കുറച്ചെടുക്കട്ടാ. എനിക്കൊന്നും വേണ്ട. വേണ്ടെങ്കിൽ വേണം, നീ ഇവിടെ ഇരി. ഞാൻ കുടി. ആണോ? ഞാൻ കുടിക്കാൻ പോകും. അവ എന്തേലും പറഞ്ഞേ? അവനൊന്നും പറഞ്ഞില്ല. അവന് വയ്യ ആവതില്ല, ഒന്നും പറയാൻ നാക്ക് പൊങ്ങില്ല അവന്. ഈ വലിയ അതിക്രമം കാണിക്കൂ. അവനാ അന്നാ നടന്ന് ക്ഷീണിച്ച് അവൻ പദം പറ്റി വന്നിരിക്കുകയാണ്. ഒരു കണ്ണിമാങ്ങ തലയിൽ കൂടെ വരുന്ന അപ്പം കറങ്ങി വീഴുവോ? ആ അവസ്ഥയിലാണ്. ഒരു വാ കഴിച്ചിട്ടില്ല 2 ദിവസം കൊണ്ട്. വിളിച്ചെന്തേലും ഭക്ഷണം കൊടുക്കട്ടാ? സത്യം ഉണ്ടാക്കി കൊള്ളടി. എന്നാ അതൊക്കെ പിന്നീട്. അവൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയിട്ട് നമുക്ക് അകത്തെറിപ്പാൻ വരി. അവിടെ ഇരിക്കട്ടെ. പോട് ഇന്ന് അങ്ങോട്ട് പോണ അങ്ങോട്ട് പോണ. പിന്നെ കയറി വാ. കയറി പോടി വീട്ടിനകത്ത്. ഈ അച്ഛനാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിനെല്ലാം കാരണം. അത് തന്നെ വല്ല കാര്യമുണ്ട് എന്റെ ശങ്കരണ്ണ? ഇതിപ്പോ പാമ്പിനെ മാളത്തിക്കൊണ്ട് കമ്പിട്ട് കുത്തിയിട്ട് പാമ്പിനെ ഇറക്കി കൊണ്ടൊന്ന് കടിപ്പിച്ച പോലെയില്ലേ? അവൻ പാമ്പാ, നീക്കുവാലിയില്ലേ? അവൻ പാമ്പായാലും നീക്കുവാലിയായിരുന്നു. വീടിനകത്തേറെ അടിച്ചു കൊല്ലും. അല്ലേലും അച്ഛൻ ഇവിടെ ചർച്ച ചെയ്ത വിഷയം ജയേട്ടൻ എങ്ങനെ അറിഞ്ഞു? എടാ പോടാന്ന് വിളിക്കേണ്ടവനെ വിളിച്ച് ചേട്ടാന്ന് വിളിക്കണതിന് അതിനുള്ള യോഗ്യത അവനുള്ളൂ. എന്റെ ചേച്ചി, ഈ അച്ഛനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ. നിങ്ങളെന്തിനാ ഇങ്ങനെ ഈ കിടന്ന് ടെൻഷൻ അടിക്കുന്നത്? അവൻ ചുറ്റി പറഞ്ഞ അവിടെ നിപ്പോണ്ട്. അതെ, അവൻ ചുറ്റിത്തിരിച്ച് പോവാതെ നേരെ വഴിക്ക് നയിക്കാനല്ല നമ്മൾ നോക്കണത്. അവൻ നേരെ വഴി വന്നില്ലെങ്കിൽ അവനെ കളാ, അവർക്ക് വേറെ ബന്ധം നോക്കാം. അതൊന്നും വേണ്ട ബാലിച്ചേട്ടാ. ഒരു മതി ഇടയ്ക്ക് സംസാരിക്കില്ല. ഇതേ ആണുങ്ങൾ ഭരിക്കുന്ന കുടുംബമാണ്. ഇതിനൊക്കെ സംസാരിക്കാറാണ് നമ്മൾ പറഞ്ഞോളാം. ബാലു, അവക്ക് എന്താ പറയണെന്ന് വെച്ചാൽ അവളത് പറയട്ടെ. പറയണ്ട തന്നെ പറ. നീ പറ. ഡേയ്, ഞാൻ ഒരു കാര്യം പറയാം. ഇവൻ ശരിയല്ലടേ. അത് ഞാൻ മുമ്പേ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ. ഇപ്പൊ അയാൾ ഒന്ന് എഴുന്നേറ്റ് പോയിട്ടുണ്ടാവും. അമ്മ
ദേ ജയന്തിരങ്ങൾ നമ്മുടെ വരാന്തയുടെ ആ പടിയില്ല അവിടെ കയറി ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ അവൻ പോകൂല. നിങ്ങളല്ലേ പറഞ്ഞ കഴിച്ച് പോയിട്ടുള്ളത്. എടേ അവൻ അങ്ങനെ ഇങ്ങനെ പോണ ടൈപ്പൊന്നും അല്ല. അവനെ പിടിച്ചാൽ പിടികിട്ടൂല. ആ ടൈപ്പാണ് അവൻ. ഇതേ കഴിക്കാന്നുണ്ട് ദോശ. ആശ വീട് രണ്ടും ഇട്. ഡേയ് കറിയെട് കറിയെട്. ഡേയ് ആക്ക് അവനാ ദോശ. നിങ്ങൾ അവിടെ മര്യാദ നിങ്ങൾ പറയാം അങ്ങോട്ട് പറയാനൊന്നും വേണ്ട. കറിയൊന്നുമില്ലേ? കറിയാണ്. കറിയെട്. നിങ്ങൾ അങ്ങോട്ട് വരാം. ഡേയ് നീ എന്തിനാ ഇവിടെ വന്നിരിക്കണേ? നിനക്കിവിടെ അകത്ത് ആഴത്തേക്ക് വരുവതുണ്ടെങ്കിൽ ക്യാരറ്റ് പുറത്തേക്കാന്ത് എന്താ? ഡേയ് നീ വിശന്ന് തളർന്ന അവശനാണ് വന്നത് എനിക്കറിയാം. പക്ഷെ ഞാനൊരു കാര്യം തുറന്നു പറയാണ്. മോനെ സംഗതിയൊക്കെ കൈവിട്ട് പോയി. പിടിച്ചിടന്ന് നിൽക്കൂല എൻ്റെ ഇപ്പോൾ. അല്ല എനിക്ക് മനസ്സിലായില്ല എന്താ? നിനക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ കാര്യം പറയാം. ചങ്കരനുണ്ടല്ലോ, ചങ്കരണ്ണ അങ്ങനെ ആരാണ് എൻ്റെ വിചാരം? അങ്ങനെ എൻ്റെ അണ്ണനാണ്. അങ്ങേരെ തീരുമാനിക്കും പോലെ കാര്യങ്ങൾ നടക്കൂ. ഞാൻ അങ്ങേരെ പക്ഷത്തെ നിൽക്കൂ. പിടികിട്ടിയാ? അത് മനസ്സിലായി. പക്ഷെ രമ എന്റെ ഭാര്യയാണ്. അവക്കടെ കാലത്ത് തീരുമാനം എടുക്കാനുള്ള അവകാശം എനിക്കുണ്ട്. രമ അവളെ ഭർത്താവ് നീ അല്ലെന്ന് പറഞ്ഞാലോ? അങ്ങനെ പറഞ്ഞാ? അല്ല അങ്ങനെ പറഞ്ഞാലോ? അങ്ങനെ അവള് പറഞ്ഞ എടാ അങ്ങനെ അവളെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കൂടാ. അങ്ങനെ അവള് പറഞ്ഞെങ്കിൽ ഇവിടെ കോടതി നിയമമൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. ആ കോടതിയും നോക്ക്. ആ കോടതിയും നിയമം വെച്ചാണ് നിനക്ക് നമ്മൾ കളിക്കാൻ പോണത്. ജയന്ത ഒരു മ്യൂച്വലായിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിൽ എല്ലാം എളുപ്പമായിരിക്കും. അല്ല നമ്മളെ കൊണ്ട് കേസ് കൊടുക്കുകയാണ് നീ പാവമെങ്കിൽ നിന്റെ ചീട്ട് കയറുന്ന രീതിയിൽ നമ്മൾ കേസ് കൊടുക്കും. പിന്നെ നീ അവിടെ നിന്ന് വാങ്ങിച്ച 100 പവൻ കോടതി വഴി നിന്നെ കൊണ്ട് കൊടുക്കും. 100? ഏത് 100 പറയണത്? 40 പവൻ. അത് നമുക്കറിയാം. പക്ഷേ കേസ് കൊടുക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ കൊടുക്കും. അതാണ് പറഞ്ഞത് ചീട്ട് കീറുന്ന രീതിയിൽ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞതാണ്. പിന്നെ ഒരു കാര്യം അവിടെ നിന്ന് വാങ്ങിച്ചാൽ നമുക്ക് 5 ലക്ഷം രൂപ വർഷം ഓരോ ലക്ഷം വെച്ച് നീ ബാങ്കിൽ ഇട്ടു. നിങ്ങൾ എന്തായി പറയണം? 5 ലക്ഷം അല്ല, 1 ലക്ഷം. അതും എനിക്കറിയാം. കൊടുക്കുമ്പോൾ ഒരു ബലമൊക്കെ വേണ്ടടാ, ഒരു എരിവും പുളുവൊക്കെ വേണ്ടടാ. പിന്നെ ജീവനാംശം അത് ജയന്ത നീ പ്രാരാബ്ധക്കാരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാസം ഒരു 10,000 രൂപ അവളുടെ പേര് കൊടുക്കും. ഞാനിവിടെ ലൊട്ടിലൊടുക്ക് പണി ചെയ്താൽ എനിക്ക് കിട്ടുന്നത് മാസം 8,000 രൂപ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഓവർ ടൈം ചെയ്ത് 2,000 കൂടെ ഒപ്പിച്ച് 14,000 കൊടുറാ. ഇതിലിപ്പോ എന്നെ തൂക്കിക്കൊല്ലിയിരുന്നു. നിങ്ങൾ തൂക്കിക്കൊണ്ടുവിടാ. നിങ്ങൾ ചാവാൻ നമ്മൾ സമ്മതിക്കൂടാ. കാരണം സ്വർണവും പണമൊക്കെ നിന്റെ കയ്യിലാണ്. അത് കൊടുത്ത് തീരുന്നവരെ നിന്നെ നമ്മൾ ചാവാൻ സമ്മതിക്കൂടാ. ഇല്ലല്ലോ, നിനക്കൊണ്ടെന്ന് ദോഷമാണ്. അതെങ്ങനെ തരാൻ സമ്മതിക്കണ്ടേ? കളറാണെന്ന് സംസാരിച്ചിരിക്കല്ലേ? ഓടിക്കളാനാണ് ഭാവമെങ്കിൽ വോട്ട് ചുറ്റി ഈ പാല് പിടിക്കും. അങ്ങനെ ചെല്ലെടുത്തോളം സംസാരിക്കുകയാണെങ്കിൽ അത് സംസാരിക്കാം. പറഞ്ഞിട്ടല്ലോ എഴുതാത്തുവാ. നിനക്കൊണ്ടെന്ന് ദോഷമാണ്. ഡൈ നിനക്കൊന്ന് ദോഷമാണ്. കൊണ്ടുപോയി അകത്ത് വെച്ച് തിന്നിടൂ. കൊണ്ടുപോടൂ. എഴുതി വേടാ. സോമല്ലോ ഞാൻ വന്നു. എന്തിന് നേരത്തെ വരാൻ പറഞ്ഞില്ലേ? ആര്? എൻ്റെ ഡൈവോഴ്സിന്റെ കാര്യം സംസാരിക്കാം. ഡിവോഴ്സ് ശങ്കരണ്ണാ, രമേ പെട്ടെന്ന് വാ. വരി എന്താടാ രമേ, വാ വേണ്ട അവിടെ പോയിരിക്കും. അരുമോന്റെ മുഖത്ത് നോക്കി പറയാനുള്ള എന്താന്ന് വെച്ചാൽ പറയും. എടി പോയി അവിടെ ഇരിയടി. പറയും. എന്റെ മോക്ക് ഇവനെ വേണ്ട പറഞ്ഞിട്ടല്ലേ? എടീറ്റ് പോ എന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവും? അവള് പറയട്ടെ, എന്നെ വേണ്ടെന്ന് അവള് പറയട്ടെ. എന്നെ സ്നേഹിക്കുക എന്റെ കുടുംബം നോക്കുന്നവനാണ് എന്റെ ഭർത്താവ്. ഇത് രണ്ടും നിനക്കില്ല. നീ പോട് പോ എന്ന് പറഞ്ഞാൽ ശരിയായാലും അവൾ എന്റെ മുഖത്ത് നോക്കി പറയട്ടെ എന്നെ വേണ്ടെന്ന്. എടാ അതും കൂടെ കേൾക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കണവിടെ. പിറേന്ന് വരും നോട്ടീസ് വരും, വക്കീൽ നോട്ടീസ് വരും. അതിൽ ഒപ്പിട്ട് കൊടു, എന്നിട്ട് ഒഴിവാകാൻ നോക്ക്. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നഷ്ടപരിഹാരം എല്ലാം നിന്റെ നീ ഈടാക്കും. നിന്റെ പേരിൽ വസ്തു വല്ലതും ഉണ്ടോ? എന്റെ പേര് വസ്തുവൊന്നുമില്ല, പക്ഷെ അച്ഛൻ എനിക്ക് എഴുതി തരും. അപ്പൊ ഇതിൽ എഴുതി തന്നില്ലേ? എന്നെ പോലെ തന്നെ പെട്ടെന്ന് എഴുതി വാങ്ങര്. അതും കൂടെ അവരെ പേര് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കണം. എന്നെ വരട്ടാനും നോക്കണ്ടേട്ടാ.
ഞാൻ കാക്കപ്പറമ്പിൽ കൊച്ചുകൂട്ടം വൈദ്യരമാനാണെങ്കിൽ ഇതിലൊന്നും ഞാൻ വീഴിയല്ല. കേസും വഴക്കൊന്നും എനിക്ക് പുത്തരിയല്ല. നടക്കട്ടെ കേസ്, അപ്പൊ നമുക്ക് കാണാം. നീ എവിടെ ഇരി രമേ, യവൻ നിന്നെ ശാരീരികമായിട്ട് പീഡിപ്പിക്കാറുണ്ടോ? അത് ഹൈ. ഇല്ല. ഡേയ്, സത്യം പറയടേ. ചിലപ്പോഴൊക്കെ ചേട്ടാ. ശങ്കരണ്ണ, യവനും യവന്റെ അച്ഛനും യവന്റെ അമ്മയും കൂടെ രമയെ നിരന്തരം ശാരീരികമായി പീഡിപ്പിക്കുന്നു കൂടെ എഴുതി ചേർ. കേസിലൊരു ബലം വരട്ടെ. തന്റെ തള്ള ഇവനോട് കയറി ഇറങ്ങിട്ട് കോടതിയില്. എന്നെ ഇതിൽ വലിച്ചടച്ചോ, എന്നെ പീഡിപ്പിച്ചോ, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ എന്റെ അച്ഛനെ ഇതിൽ വലിച്ചടച്ചാലല്ല ഞാൻ സമ്മതിക്കല്ലത് കേട്ടാ. എന്താണ് അച്ഛനെ പറഞ്ഞപ്പോ കൊള്ളാം? ഇവന്റെ പേരിൽ അങ്ങനെ കോടതി കയറുന്നത് കൊണ്ടല്ലേ ഇവനെ അടിച്ച് കൊന്നളയും. അതേ പഠിച്ചാണ് എന്റെ അച്ഛനെ കയറ്റിയവണ്ടല്ലേ കണ്ടല്ലെന്ന് പറഞ്ഞിട്ട് പോ. അത് ശരി. നിങ്ങൾ എല്ലാവരും ഇതിന്റെ എന്ത് ഭാവിച്ചുണ്ടാ? ഇതൊക്കെ ശരിക്കും ആലോചിക്കേണ്ട കാര്യമല്ലേ? നിന്റെ അടുത്ത് ആരെയും അഭിപ്രായം ചോദിച്ചാ മര്യാദ നിന്നേക്ക് ഡൈവേഴ്സ് കേട്ടോ. പറഞ്ഞു പോയല്ലേ പോയി. പോട്ടെന്ന എന്തിനു പുല്ലികളെ ഇവിടെ വന്ന് കയറി കാണിച്ചേനെ. എല്ലാത്തിനും കാണിച്ച് പറഞ്ഞ ദൂരെ കാണാം പൂലിയാണ്. എന്ത് ദുഃഖപുത്രി. നിന്റെ നിന്റെ ചോദിച്ചപ്പോ നീ ഇല്ലെന്ന് പറയുന്നടി. നിന്നെ പീഡിപ്പിക്കാൻ ഇല്ലെന്ന് പറയുന്നതിന് വാ. നീക്ക് എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? അവൻ പോയില്ലേ തോന്നിക്കണി. ആ വരുവണ്ണ ജയന്താ വാടേ വാടാ. വരി, നിങ്ങളടുത്ത് വരും, ഞാൻ വരും. ഡേയ്, എന്തിനാ എന്നെ വിളിച്ചത്? എന്തിനാ എന്നെ വിളിച്ചെന്ന്? നീ പോണെന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവിടെ കിടന്ന് ചുറ്റി തിരിയണ നിനക്ക് പറ്റൂടെ? അത് റോഡല്ലേ, അവിടെ നിൽക്കണ എന്നാ റോഡാ? എടാ, ഈ വീട്ടുകാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ വീട്ടിൽ വന്നാൽ ഇവിടെ വരണം, അല്ലാതെ ചുറ്റി തിരിഞ്ഞ് റോഡിലേക്ക് നിന്നുണ്ടല്ലോ അടിച്ച് ഓട്ടിക്കും. നിങ്ങൾ കൂടുതൽ മനുഷ്യനെ ആക്കരുത് കേട്ടാ. നിങ്ങളുടെ എല്ലാവരും പ്ലാൻ എന്താന്ന് എനിക്ക് പിടികിട്ടി. ഇവിടെ കാശുള്ള ഒരു ഗൾഫുകാരന് കൊടുക്കാനല്ലേ, കല്യാണം കഴിച്ചു കൊടുക്കാനല്ലേ നിങ്ങളുടെ പരിപാടി? അതല്ലേ പരിപാടി? ഇതൊക്കെ ഞാൻ അറിഞ്ഞ്, എനിക്കറിയാം. എല്ലാം നീ അറിഞ്ഞടാ? നീ എങ്ങനെ അറിഞ്ഞടാ? ഞാൻ അറിഞ്ഞാ, ഞാൻ ഈ ലോകം മൊത്തം സഞ്ചരിക്കണവനാ. എനിക്കെതിരെ ഒരു എല്ലാം അറിഞ്ഞാൽ ഞാൻ അറിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല, അവ എല്ലാം അറിഞ്ഞ്. നീ പോടേ, നിന്റെ പാടോക്ക് നീ പോ. നീ പോടാ, നിന്റെ പാടോക്ക് പോടാ. നീ അറിഞ്ഞില്ലേ? ജയന്തൻ അങ്ങനെ തോറ്റൊന്നും ഓടത്തില്ല. ഇവിടെ ഞാൻ വെറുതെ വിടിയല്ല. ഇവിടെ സുഖിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇവിടെ പുറകെ നിഴല് പോലെ ഉണ്ടാവും. കൊല്ലണ്ടി വന്നാൽ കൊല്ലും. ഇത് ആരാ പറയണമെന്ന് മനസ്സിലാക്കണം. കാക്കപ്പറമ്പിൽ കുട്ടം വൈദ്യരുടെ മോനാണ്. വെറും വൈദ്യരല്ല, മഹാവൈദ്യർ. ബെസ്റ്റ്. അപ്പം രമയ്ക്കെതിരെ വധഭീഷണിയായി. അണ്ണാ കേസ് ഇത് കൂടെ എഴുതി ചേർക്കണേ. കേസ് ഒന്ന് ബലം കിട്ടും. കൂടി വന്നാൽ കൊലക്കയറ്. അത് ഞാൻ ഏക്കാൻ തയ്യാറാ. ഇത് ഞാനാ പറയണത്. കാക്കപ്പറമ്പിൽ കൊച്ചുകൂട്ടം വൈദ്യരുടെ മോൻ. വെറും വൈദ്യരല്ല, മഹാവൈദ്യര്. പിന്നെ മഹാവൈദ്യര്. പണ്ടൊരു ഗർഭിണിയെ, അതും കല്യാണം കഴിഞ്ഞ് ആറ്റ് നോറ്റ് 10 വർഷം കഴിഞ്ഞ് ഗർഭിണിയായ പെണ്ണിനെ സുഖപ്രസവത്തിന് വേണ്ടി ചികിത്സിക്കാൻ വേണ്ടി ഇവന്റെ അച്ഛൻ കൊണ്ടുപോയി. പോയിട്ട് മരുന്ന് കൊടുത്ത് ഗർഭം അലസിപ്പോയി. നാട്ടുകാരെ ആ പെണ്ണിന്റെ വീട്ടുകാരുടെ തൂണി കെട്ടിയിട്ട് അടിച്ചിട്ടാ അതിന്റെ അച്ഛനെ. അടിച്ചില്ലടാ. ഒരു ഓര ചെത്ത ഷെഡ് പിന്നെ 25 രൂപ കഷായകരെ വെച്ചിട്ടാണ് ഉണ്ടാക്കണം മഹാവൈദ്യം. എന്നെ കൊണ്ടുപോയത് ഇറങ്ങി. ജയന്ത തീർന്നു. ഇതുകൊണ്ട് എല്ലാം അവസാനിച്ച്. രമ എന്തായാലും ജയന്തൻ ഒരു ഭാരം ആവില്ല. രമയ്ക്ക് ജയന്തൻ ഭാരം ആവരുതിനി. ജയന്തന് ജയന്തന്റെ വഴി, രമയ്ക്ക് രമേന്റെ വഴി. ബാലു, നമുക്ക് ജീവനാംശം ഒന്നും വേണ്ട. സ്വത്തോ പണമോ ഒന്നും വേണ്ട. ജയന്തൻ എന്തായാലും ദേശാടന കിളിയല്ലേ, പറന്ന് നടക്കട്ടെ. പൊയ്ക്കോ. ദേശാടന കിളിയാ? എരണ്ടേ എന്ത് പുല്ലായിക്കോട്ട്. നീ പോ, കാര്യങ്ങളൊക്കെ പിന്നാലെ അറിയിക്കാം. നീ ഒപ്പിട്ട് തന്നാൽ മതി. പോ, നമുക്ക് അത്രയും മതി. ഇറങ്ങിപ്പോ. രമേ, ഞാൻ പോയി കേട്ടാ. നീ പോടേ. ഞാൻ പോകും. എങ്ങളെ പോണില്ലേ? ഞാൻ പോയാ വരില്ല, ഞാൻ പറഞ്ഞേക്കാം. വരാതിരിക്കുന്നത് നല്ലത്. കരയണ എനിക്ക് ആരുമില്ലാത്തവരാ. ഇപ്പൊ അവളും എന്നെ ഉപേക്ഷിച്ച്. അവളോട് എന്നെ ഉപേക്ഷിക്കില്ലെന്ന് പറയാനുള്ള. അയ്യവ ഇത്രയുള്ള നോക്കടാ. ഇവക്ക് വേണ്ടി കല്യാണ ആലോചന വന്നത് ശരി തന്നെ. പക്ഷെ നമ്മളൊന്നും അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. ഞാൻ കാര്യത്തിൽ തന്നെ എടുത്തു. അവിടുന്ന് വെണ്ണലയില് ഒരു പയ്യ ഇവക്ക് കല്യാണമായിട്ട് വന്നെന്നും
പിന്നെ എവള് നിന്നെ ഡൈവോഴ്സ് ചെയ്യാൻ പോണത് നിന്റെ പറഞ്ഞാര് നവാസല്ലേ? ആ നവാസിനെ നിന്നെ കൂടെ പറയിപ്പിച്ചത് ഞാനാണ് നവാസിനെ പറഞ്ഞു വിട്ടത് നിന്റെ പറയാൻ. നീ കുറച്ചൊക്കെ മാറണം കേട്ടാ. എന്തോന്നത് രമേ കൂടെ പോവരുടെ ജയന്ത്രങ്ങള് ചമ്മിപ്പോയി. എന്ത് കരച്ചിലുണ്ടെങ്കില് കരഞ്ഞേ. സീരിയൽ നടികൾ പോലും ഇങ്ങനെ കരയില്ല. ഞാൻ പോട്ടെ ചേച്ചി. എടാ, അപ്പൊ ഞാനും പോട്ടെടാ. നിങ്ങൾ എവിടെ പോണ്? അവര് പോട്ട്, നിങ്ങൾ അവിടെ ഇരിക്കും. 2 ദിവസം കഴിഞ്ഞ് പോവാ. രമേ ഇതാ ഇരിക്കട്ടെ, 500 രൂപ ഇരിക്കട്ടെ. കഴിച്ചില്ലവന് വച്ചോ. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞേ, ഇതുപോലെ വരരുത് കേട്ടാ. മാമ ചെല്ല്. അച്ഛ പോട്ടാ. പോയിട്ട് വാ. ഇത് വിഷമമൊന്നുമില്ലല്ലോ. എന്ത് വിഷമം? നമുക്ക് വീട്ടിലേക്ക് പോകല്ലേ? പിന്നല്ലാണ്ട്. ആ പിന്നെ ഞാനൊന്ന് പിറവത്തേക്ക് പോകാൻ നിന്നപ്പോഴാണ് ഇവിടെ ഈ പ്രശ്നം അറിഞ്ഞ് ഫോണൊക്കെ വന്ന് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എനിക്കൊന്ന് പോകാതെ അവിടെ വരെ പോകാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം നീ ഇവിടെ തന്നെ നില്ല. ഇന്ന് തന്നെ വരില്ലേ? പിന്നെ ഇന്ന് തന്നെ വരും, ഇല്ലെങ്കിൽ ചിലപ്പോൾ 2 ദിവസം വൈകും. കുഴപ്പമില്ല, ഞാൻ വന്നോളാം. ഇല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ഫോൺ വിളിക്കാം, ഇടയ്ക്ക് വിളിക്കാം. ഞാൻ ഇറങ്ങട്ടെ. ആ പിന്നെ വഴിച്ചെലവിനും വണ്ടിക്കൊക്കെ ഇട്ട് പൈസ ഇത്തിരി കുറവ്. നീ 500 ഇങ്ങോട്ട് തന്നെ. ആ താ. ആ താങ്ക് യു മോളെ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഞാൻ വരാം. വിളിച്ചോളാം, ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം. കയറിപ്പോക്കോ. പൊക്കോ ചേട്ടൻ പോ. ആ മഴ നല്ല ഐശ്വര്യ ലക്ഷണം. ചേച്ചി പോയില്ലായിരുന്നോ? ഇല്ല, ജയന്തൻ ചേട്ടൻ പോയി. ആ 500 രൂപ വാങ്ങിച്ച് പിറവത്ത് എന്തോ ആവശ്യത്തിന് പോയി. ഇന്ന് രാത്രി തന്നെ വരാന്ന് പറഞ്ഞ് സത്യം ചെയ്തിട്ടാ പോയത്. ഇത് അച്ഛൻ പറയണ പോലെ തന്നെ പട്ടിയുടെ പാല് 12 കൊല്ലം കുഴലിലിട്ടാൽ അത് വളഞ്ഞിരിക്കൂ.